നമസ്കാരം. മനുഷ്യജീവിതം ഒരു യുദ്ധക്കളമാണ്. അവിടെ ശത്രുവിനേക്കാൾ അപകടകാരികൾ കൂടെ നിൽക്കുന്ന തെറ്റായ മനുഷ്യരാണ്. കാലമെത്ര കഴിഞ്ഞാലും മാറാത്ത സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരാളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അവൻ ആരുടെ കൂടെ സമയം ചെലവഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ചന്ദനമരത്തിൽ ചുറ്റിപ്പിണഞ്ഞുകിടക്കുന്ന പാമ്പിന് ചന്ദനത്തിന്റെ സുഗന്ധം ലഭിക്കില്ല, പകരം അത് വിഷം വമിപ്പിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉടൻ പുറത്താക്കേണ്ട 9 തരം വ്യക്തികളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. 1. ദുഷ്ടസ്വഭാവമുള്ളവർ, ദ വിക്കഡ്. ആദ്യമായി, മനസ്സിലെപ്പോഴും മറ്റുള്ളവർക്ക് ദോഷം മാത്രം ചിന്തിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം. ഇവർ വിഷം നിറഞ്ഞ പാത്രത്തിന് മുകളിൽ പാൽ പുരട്ടിയതുപോലെയാണ്. പുറമേ മധുരം വിളമ്പുമെങ്കിലും ഉള്ളിൽ അവർ നിങ്ങളെ നശിപ്പിക്കാനുള്ള വഴികൾ തേടും. മനസ്സിലെപ്പോഴും അപരന്റെ നാശം മാത്രം കാംക്ഷിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമാണ്. പുറമേ വിനയവും സ്നേഹവും പ്രകടിപ്പിക്കുമെങ്കിലും അവസരം കിട്ടുമ്പോൾ അവർ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തും. ഇത്തരം വ്യക്തികൾക്ക് നന്ദി എന്ന വാക്കിന്റെ അർത്ഥമറിയില്ല. നിങ്ങൾ അവർക്കെത്ര നന്മ ചെയ്താലും അവർ നിങ്ങളുടെ ഒരു ചെറിയ വീഴ്ചയ്ക്കായി കാത്തിരിക്കും. അവരുടെ സാമീപ്യം നിങ്ങളുടെ ചിന്താഗതിയെപ്പോലും വിഷലിപ്തമാക്കാൻ സാധ്യതയുണ്ട്. കൽക്കരി തൊട്ടാൽ കൈ കറയുന്നതുപോലെ ഇവരുമായുള്ള സമ്പർക്കം നിങ്ങളുടെ വ്യക്തിത്വത്തിന് കളങ്കം വരുത്തും. അതുകൊണ്ട് അവരുടെ സ്വഭാവം മാറുമെന്ന് പ്രതീക്ഷിച്ച് സമയം കളയാതെ എത്രയും വേഗം അകലം പാലിക്കുക. ഇത്തരക്കാർ സ്വന്തം ലാഭത്തിനായി ആരെയും വഞ്ചിക്കാൻ മടിക്കാത്തവരാണ്. ദുർജനസ്യ ച സർപ്പസ്യ വരം സർപ്പോ ന ദുർജനഃ സർപ്പോ ദംശതി കാലേതു ദുർജനസ്തു പദേ പദേ. അതായത്, ഒരു ദുഷ്ടനേക്കാൾ നല്ലത് പാമ്പാണ്. കാരണം പാമ്പ് അതിന്റെ സമയമാകുമ്പോൾ മാത്രമേ കടിക്കൂ. എന്നാൽ ദുഷ്ടനായ മനുഷ്യൻ നിങ്ങളെ ഓരോ ചുവടിലും ദ്രോഹിച്ചുകൊണ്ടിരിക്കും. 2. സത്യസന്ധതയില്ലാത്ത സുഹൃത്തുക്കൾ, ദ ഡിസീറ്റ്ഫുൾ ഫ്രണ്ട്. മുഖത്തിന് മുൻപിൽ സ്തുതിക്കുകയും പിന്നിൽ നിങ്ങളെ കുഴിയിൽ വീഴ്ത്താൻ നോക്കുകയും ചെയ്യുന്ന സുഹൃത്ത് ഒരു മാരകമായ ആയുധമാണ്. ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി അത് ശത്രുക്കൾക്ക് വിൽക്കാൻ മടിക്കില്ല. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. പിന്നിൽ നിന്ന് പാര പണിയുന്നവരും നേരിൽ കാണുമ്പോൾ പ്രിയം പറയുന്നവനുമായ സുഹൃത്തിനെ മുകളിൽ പാൽ വെച്ച വിഷക്കുടം പോലെ കരുതി ഉപേക്ഷിക്കണം. ഒരു സുഹൃത്ത് എന്നത് നിഴൽ പോലെ കൂടെയുണ്ടാകേണ്ടവനാണ്. എന്നാൽ വഞ്ചകനായ സുഹൃത്ത് വെളിച്ചമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുകയും ഇരുട്ടിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നേരിൽ കാണുമ്പോൾ പ്രിയം പറയുകയും നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നവർ മാരകമായ വിഷമാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ അവർ ചോർത്തുകയും അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് ആയുധമായി നൽകുകയും ചെയ്യും. ചാണക്യൻ പറയുന്നത് ശത്രുവിനേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് വഞ്ചകനായ സുഹൃത്തിനെയാണ് എന്നാണ്. കാരണം ശത്രു എവിടെ നിന്ന് ആക്രമിക്കുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ സുഹൃത്ത് നിങ്ങളുടെ പ്രതിരോധങ്ങളെല്ലാം തകർത്തായിരിക്കും വരുന്നത്. ഇത്തരം സുഹൃത്തുക്കൾ നിങ്ങളുടെ വിജയങ്ങളിൽ അസൂയപ്പെടുകയും പരാജയങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം വെറും അഭിനയം മാത്രമാണ്. സത്യസന്ധതയില്ലാത്ത ഒരു സുഹൃത്തിനെ കൂടെ കൊണ്ടു നടക്കുന്നത് കയ്യിൽ ഒരു കനൽ കെട്ടിപ്പിടിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ ഒരാളെ സുഹൃത്തായി സ്വീകരിക്കുന്നതിനു മുൻപ് അയാളുടെ പെരുമാറ്റത്തേക്കാൾ ഉപരി അയാളുടെ വിശ്വസ്തത പരിശോധിക്കുക. 3. തരം ആളുകൾ, മടിയന്മാരും ലക്ഷ്യമില്ലാത്തവരും. നാസ്തി ആലസ്യ സമോ ഋഭൂ. മടിയെപ്പോലെ മറ്റൊരു ശത്രു മനുഷ്യനില്ല. മടിയന്മാരുമായുള്ള സമ്പർക്കം നിങ്ങളുടെ ഭാവിയെ ഇരുട്ടിലാക്കും. കർമ്മമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ചാണക്യൻ മടിയന്മാരെ സമൂഹത്തിലെ ബാധ്യതയായാണ് കാണുന്നത്. ലക്ഷ്യമില്ലാതെ അലഞ്ഞുതിരിയുന്നവരോടൊപ്പം ചേരുന്നത് നിങ്ങളുടെ ലക്ഷ്യബോധത്തെയും ഇല്ലാതാക്കും. മടിയൻ തന്റെ പരാജയത്തിന് എപ്പോഴും വിധിയെ പഴിപറയും. ഇത് നിങ്ങളിലേക്കും പടരാൻ സാധ്യതയുണ്ട്. അലസരായ മനുഷ്യർക്ക് സമയത്തിന്റെ വില അറിയില്ല. അതുകൊണ്ടവർ നിങ്ങളുടെ വിലപ്പെട്ട സമയവും നശിപ്പിക്കും. ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും അലസന്മാരുടെ കൂടെ സമയം ചെലവഴിക്കരുത്. മടി എന്നത് ഒരു പടരുന്ന രോഗമാണ്. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും കഴിവിനെയും കാർന്നു തിന്നും. ഉത്സാഹമില്ലാത്ത മനുഷ്യന് ഭാവിയോ വർത്തമാനമോ ഇല്ല. അവർ എപ്പോഴും എളുപ്പവഴികൾ തേടുകയും കഠിനാധ്വാനത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു. ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ കഴിയൂ. അല്ലാത്തവർ നിങ്ങളുടെ വേഗത കുറയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് പുരോഗതി ആഗ്രഹിക്കുന്നവർ മടിയന്മാരെ പൂർണ്ണമായും ഒഴിവാക്കണം. 4. അമിതമായി പുകഴ്ത്തുന്നവർ, ദ ഫ്ലാറ്ററേഴ്സ്.
എപ്പോഴും നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കുന്നവരെ ഭയപ്പെടുക. അവർ സത്യം കാണാൻ നിങ്ങളെ അനുവദിക്കില്ല. രാജാവായാലും സാധാരണക്കാരനായാലും പുകഴ്ത്തുന്നവർക്ക് ചുറ്റുമിരിക്കുന്നത് സ്വന്തം കണ്ണുകൾ കെട്ടുന്നതിന് തുല്യമാണ്. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: അതിവിനയം ധൂർത്തലക്ഷണം. അമിതമായ വിനയം പ്രകടിപ്പിക്കുന്നവനും അനാവശ്യമായി പുകഴ്ത്തുന്നവനും കൗശലക്കാരനായ വഞ്ചകനായിരിക്കും. യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, എന്നാൽ വഞ്ചകൻ നിങ്ങളെ പുകഴ്ത്തി വഴിതെറ്റിക്കും. അമിതമായ പുകഴ്ത്തൽ ബുദ്ധിയുള്ളവനെപ്പോലും അഹങ്കാരിയാക്കും. ഇത്തരക്കാർ നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കുകയും നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ രാജാവിനെ വീഴ്ത്താൻ ശത്രുക്കൾ ആദ്യം ചെയ്യുന്നത് പുകഴ്ത്തുന്നവരെ അയാളുടെ അടുത്തേക്ക് അയയ്ക്കുകയാണ്. അവർ നിങ്ങളുടെ കഴിവുകേടുകളെപ്പോലും മഹത്വമായി ചിത്രീകരിക്കും. നിങ്ങൾ ആത്മപരിശോധന നടത്തുന്നത് ഇത് തടയും. പുകഴ്ത്തലുകൾ കേട്ട് നിങ്ങൾ മതിമറക്കുമ്പോൾ അവർ തങ്ങളുടെ താൽപ്പര്യങ്ങൾ നേടിയെടുക്കുന്നു. സത്യം കൈപ്പുള്ളതാണെങ്കിലും അത് പറയുന്നവനാണ് യഥാർത്ഥ മിത്രം. അമിതമായ വിനയവും സ്തുതിപാടലും കൗശലക്കാരന്റെ അടയാളങ്ങളാണ്. വീഴ്ചകൾ തിരിച്ചറിയാൻ വിധം നിങ്ങളെ അന്ധനാക്കുന്ന ഇത്തരം വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ബുദ്ധി. സ്തുതിപാഠകർ നിങ്ങളുടെ നാശത്തിന്റെ ശില്പികളാണെന്നോർക്കുക. 5. അറിവില്ലാത്തവരും മൂഢന്മാരും. ദ ഇഗ്നറന്റ് ആൻഡ് ഫൂളിഷ്. വിവരമില്ലാത്തവനോട് തർക്കിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. കാരണം അവർക്ക് യുക്തിയേക്കാൾ വലുത് അവരുടെ അറിവില്ലായ്മയാണ്. മൂഢനായ ഒരു വ്യക്തിയെ ഉപദേശിക്കുന്നത് ഇരുട്ടിൽ വെളിച്ചം കാണിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ്. ചാണക്യൻ പറയുന്നത് അറിവില്ലാത്തവരുമായുള്ള സമ്പർക്കം നിങ്ങളുടെ ബുദ്ധിയെയും നശിപ്പിക്കുമെന്നാണ്. അവർ കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. വിവേകശൂന്യരായ അറിഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ അവർക്ക് മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ളവർക്കും ആപത്തായി മാറാം. ഒരു പണ്ഡിതനുപോലും വിഡ്ഢികളോടൊപ്പം ഇരുന്നാൽ തന്റെ അറിവ് നഷ്ടപ്പെട്ടതായി തോന്നും. വിവേകശൂന്യമായ സംസാരവും പ്രവൃത്തിയും ചെയ്യുന്നവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷിയില്ലാത്തതിനാൽ ഏത് നിമിഷവും നിങ്ങളെ അപകടത്തിലാക്കാം. അറിവുള്ളവരുടെ സദസ്സിലിരിക്കുന്നത് നിങ്ങൾക്ക് പുരോഗതി നൽകും. എന്നാൽ വിഡ്ഢികളുടെ സഭ നിങ്ങളെ അപമാനത്തിലേക്ക് മാത്രമേ നയിക്കൂ. ജീവിതത്തിൽ ഉന്നതിയിലെത്താൻ വിവേകമുള്ളവരോടുള്ള സൗഹൃദം അനിവാര്യമാണ്. ഇവിടെ ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മൂർഖശിഷ്യോപദേശനേന ദുഷ്ടസ്ത്രീ ഭരണേന ച ദുഃഖിദേഹി സംപ്രയോഗേന പണ്ഡിതോപ്യവസീദതി. അതായത്, മൂഢനായ ശിഷ്യനെ പഠിപ്പിക്കുന്നതുകൊണ്ടും ദുഷ്ടയായ സ്ത്രീയെ പോറ്റുന്നതുകൊണ്ടും എപ്പോഴും സങ്കടപ്പെടുന്നവരോട് കൂട്ടുചേരുന്നതുകൊണ്ടും ബുദ്ധിമാനും കഷ്ടപ്പെടേണ്ടിവരും. 6. സ്വാർത്ഥമതികൾ. ദ സെൽഫിഷ്. തന്റെ കാര്യം കാണാൻ വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നവരെ ദൂരത്തുനിന്ന് തന്നെ വന്ദിച്ചൊഴിവാക്കുക. ലാഭമില്ലാത്ത ഇടങ്ങളിൽ അവർ നിങ്ങളെ ഒറ്റിക്കൊടുക്കാൻ ഒരു നിമിഷം പോലും ആലോചിക്കില്ല. ചാണക്യന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: സ്വാർത്ഥോ ഹി ബലവാൻ ലോകേ. ഈ ലോകത്ത് സ്വാർത്ഥത ഏറ്റവും വലിയ ശക്തിയാണ്. സ്വാർത്ഥിയായ ഒരുവന് സൗഹൃദത്തേക്കാൾ വലുത് സ്വന്തം ലാഭം മാത്രമാണ്. തന്റെ സ്വന്തം നേട്ടത്തിനു വേണ്ടി മാത്രം നിങ്ങളെ ബന്ധപ്പെടുന്നവർ അപകടകാരികളാണ്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരു നിക്ഷേപം മാത്രമാണ്. ലാഭമില്ലെന്ന് കാണുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. സ്വാർത്ഥിയായ ഒരുവന് ലോകത്ത് തന്നേക്കാൾ വലുതായി ഒന്നുമില്ല, സുഹൃത്തുക്കളോ ബന്ധുക്കളോ പോലും. ചാണക്യദർശനപ്രകാരം സ്വാർത്ഥത മനുഷ്യന്റെ എല്ലാ നല്ല ഗുണങ്ങളെയും നശിപ്പിക്കുന്നു. ഇത്തരക്കാർ നിങ്ങൾക്കാവശ്യമുള്ളപ്പോൾ ഒരിക്കലും കൂടെയുണ്ടാവില്ല, എന്നാൽ അവർക്കാവശ്യമുള്ളപ്പോൾ ഓടിവരികയും ചെയ്യും. നിങ്ങളുടെ വളർച്ചയെ അവർ ഭയപ്പെടുന്നു, കാരണം അത് നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായേക്കാം. മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാത്ത അവർക്ക് സ്വന്തം സന്തോഷം മാത്രമാണ് പ്രധാനം. ഇത്തരക്കാരുമായുള്ള ബന്ധം നിങ്ങളെ മാനസികമായി തളർത്തും. സത്യസന്ധമായ ഒരു ബന്ധത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ സ്വാഭാവികമാണ്, എന്നാൽ സ്വാർത്ഥി എപ്പോഴും വാങ്ങാൻ മാത്രം ആഗ്രഹിക്കുന്നു. ലാഭമേച്ഛയില്ലാത്ത സ്നേഹം അവർക്കന്യമാണ്, അതുകൊണ്ട് അവരിൽ നിന്ന് അകലം പാലിക്കുക. 7. എപ്പോഴും പരാതി പറയുന്നവർ. ദ കോൺസ്റ്റന്റ് കംപ്ലെയിനേഴ്സ്. ജീവിതത്തിലെ പോസിറ്റീവ് വശങ്ങൾ കാണാതെ എപ്പോഴും പരാതി പറയുന്നവർ നിങ്ങളുടെ മാനസിക സമാധാനം നശിപ്പിക്കും. അവർ ലോകത്തെ എപ്പോഴും ഒരു ഇരുണ്ട കണ്ണടയിലൂടെയാണ് കാണുന്നത്. നിരാശയും ദൗർഭാഗ്യവും എപ്പോഴും ചർച്ച ചെയ്യുന്ന ഇത്തരക്കാർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയും. ചാണക്യൻ പറയുന്നത് ദുഃഖിതരോടൊപ്പം ദീർഘകാലം കഴിയുന്നത് ഒരാളെ മാനസികമായി തളർത്തുമെന്നാണ്. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ എപ്പോഴും പ്രത്യാശയുള്ളവരോടൊപ്പം ഇരിക്കണം. പരാതിക്കാർ സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കില്ല, മറിച്ച് മറ്റുള്ളവരെ പഴി പറയാൻ സമയം ചെലവഴിക്കും.
അവരുടെ സാമീപ്യം നിങ്ങളെയും ഒരു പരാതിക്കാരനാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ വർദ്ധിക്കുകയും ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ കുറയുകയും ചെയ്യും. എന്നാൽ ഇവർ ദുഃഖം വിതറുന്നവരാണ്. ജീവിതത്തിൽ വെല്ലുവിളികളെ സ്മിതമോഖത്തോടെ നേരിടുന്നവരെയാണ് നിങ്ങൾ കൂടെ കൂട്ടേണ്ടത്. നിരന്തരം വിലപിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് നല്ലതാണ്. 8. കോപശീലർ, ദി ഹോട്ട് ടെമ്പേർഡ്. ദേഷ്യം മനുഷ്യന്റെ ബുദ്ധിയെ മറയ്ക്കുന്നു. അത് നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് സ്വന്തം ജീവിതം പോലും സുരക്ഷിതമല്ല. കോപമുള്ള ഒരു വ്യക്തി തന്റെ പ്രവൃത്തിയുടെ ഫലം ചിന്തിക്കാതെ പെരുമാറുന്നു. അങ്ങനെയുള്ളവരോടൊപ്പം ഇരിക്കുന്നത് എപ്പോഴും അപകടസാധ്യത വർദ്ധിപ്പിക്കുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ കോപം ആന്തരികമായ ഒരു ശത്രുവാണ്. അത് കൂടെയുള്ളവരെയും ദഹിപ്പിക്കും. ഇത്തരക്കാർ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതരാകുകയും ബന്ധങ്ങൾ തകർക്കുകയും ചെയ്യുന്നു. അവരുടെ കൂടെയുള്ളപ്പോൾ നിങ്ങൾ എപ്പോഴും ഭയന്നായിരിക്കും ജീവിക്കുന്നത്. സ്നേഹത്തേക്കാൾ കൂടുതൽ അവർ വെറുപ്പാണ് പ്രകടിപ്പിക്കുന്നത്. ദേഷ്യത്തിന്റെ നിമിഷത്തിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെയും ബാധിച്ചേക്കാം. ശാന്തതയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി. എന്നാൽ കോപശീലർക്ക് അത് അന്യമാണ്. ബുദ്ധിമാൻ എപ്പോഴും തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. എന്നാൽ കോപശീലൻ വികാരങ്ങൾക്ക് അടിമയാണ്. അവരിൽ നിന്ന് അകലം പാലിക്കുന്നത് നിങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിന് അനിവാര്യമാണ്. ക്രോധോ ഹി ശത്രുഹു ശരീരേ സ്ഥിതോ. ശരീരത്തിൽ വസിക്കുന്ന ഏറ്റവും വലിയ ശത്രു ദേഷ്യമാണ്. കോപമുള്ളവന്റെ കൂടെയുള്ള സൗഹൃദം ഇരിതിയിൽ നടക്കുന്നതുപോലെയാണ്. 9. ചീത്ത സ്വഭാവമുള്ള സ്ത്രീകളും പുരുഷന്മാരും, ദി ഇമ്മോറൽ. ധാർമ്മികതയില്ലാത്ത വ്യക്തികളുമായുള്ള സഹവാസം നിങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യും. സമൂഹം നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളെ നോക്കിയാണ്. മോശം സ്വഭാവമുള്ളവരോടൊപ്പം നടക്കുന്നത് നിങ്ങൾക്കും അതേ സ്വഭാവമാണെന്ന് മറ്റുള്ളവർ കരുതാൻ കാരണമാകും. ചാണക്യൻ പറയുന്നത് സ്വഭാവശുദ്ധിയില്ലാത്തവൻ എത്ര ധനവാനായാലും അവനെ ബഹുമാനിക്കരുത് എന്നാണ്. അധാർമികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ നിങ്ങളെയും അത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് വലിച്ചിഴച്ചേക്കാം. ജീവിതത്തിൽ നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരക്കാരുടെ നിഴൽ പോലും ഏൽക്കാതെ ശ്രദ്ധിക്കണം. ചീത്ത കൂട്ടുകെട്ടുകൾ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഏറ്റവും വേഗമുള്ള വഴിയാണ്. സത്യസന്ധതയും മര്യാദയുമില്ലാത്തവർക്ക് ആരോടും കൂറില്ല. അവർ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി നിങ്ങളെ ബലികൊടുക്കാനും മടിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നല്ല സ്വഭാവമുള്ളവരുടെയും ജ്ഞാനികളുടെയും സഭ തെരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തുകയും ജീവിതത്തിൽ ഉയർച്ച നൽകുകയും ചെയ്യും. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: കുസംഗതിം ച സംത്യജ്യ ഭജ സാധു സമാഗമം. ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുക. നല്ലവരായ മനുഷ്യരുടെ കൂടെ സമയം ചിലവഴിക്കുക. അതുമാത്രമേ നിങ്ങളെ രക്ഷിക്കൂ. ജീവിതം നിങ്ങൾക്കുള്ളതാണ്. അതാർക്കു മുന്നിൽ പണയം വെക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. മുകളിൽ പറഞ്ഞ ഈ 9 കൂട്ടരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിച്ചാൽ പകുതി യുദ്ധം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഓർക്കുക, ഏകാന്തത തെറ്റായ കൂട്ടുകെട്ടിനേക്കാൾ എത്രയോ മഹത്തരമാണ്. ശക്തനായിരിക്കുക. ബുദ്ധിപൂർവം പ്രവർത്തിക്കുക. ജയതു ഭാരതം.